ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോടും അതുപോലെ തന്നെ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിനോടുമുള്ള ഒരു മനോഭാവം എന്താണ് എന്നതാണ് നോക്കുന്നത്. അതോടൊപ്പം തന്നെ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ സിറ്റുവേഷൻ എന്താണെന്ന് കൂടി നമ്മൾ നോക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ റീഡിങ്ങിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസൊനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസൊനേറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കാം. ഇനി റെസൊനേറ്റ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ആ ഒരു ടൈം തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കാം. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. ആരും ഫോഴ്സ്ഫുള്ളി റെസൊനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. അപ്പോൾ നിങ്ങളോടും നിങ്ങളുടെ റിലേഷൻഷിപ്പിനോടും ഈ ഒരു വ്യക്തിക്കുള്ള ആ ഒരു മനോഭാവം എന്താണ് എന്നുള്ളതാണ് നമ്മളോട് നോക്കുന്നത്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോടും നിങ്ങളുടെ റിലേഷൻഷിപ്പിനോടുമുള്ള ആ ഒരു മനോഭാവം എന്താണ്, അവരുടെ ഇപ്പോഴത്തെ ഒരു കറന്റ് സിറ്റുവേഷൻ എന്താണ്, ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മളോട് നോക്കുന്നത്. അവരുടെ ഇപ്പോഴത്തെ ഒരു കറന്റ് സിറ്റുവേഷൻ എന്താണ്, അതുപോലെ തന്നെ ഈ ഒരു നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളോടുള്ള ആ ഒരു മനോഭാവം എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, നിങ്ങളോടും അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിനോടും അവർക്കുള്ള ആ ഒരു മനോഭാവം എന്താണ്. ഓക്കെ, ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചും അവരുടെ ഒരു ചിന്തകളും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ്, അവരുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവരുടെ മനസ്സിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാർഡുകളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമുക്ക് ജസ്റ്റ് കാർഡുകളൊന്ന് അറേഞ്ച് ചെയ്തിട്ട് വരാം. അപ്പോൾ ഇതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. ഈ ഒരു സ്പ്രെഡിൽ നമ്മൾ നോക്കുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോൾ നിങ്ങളോടുള്ള ഒരു മനോഭാവം എന്താണ്, അപ്പം ഇവരുടെ ഒരു ഇപ്പോഴത്തെ സാഹചര്യം എന്താണ് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഫസ്റ്റിൽ തന്നെ അവരുടെ ഒരു മനോഭാവം, അതായത് നിങ്ങളോടുള്ളത് എന്താണ് എന്ന് നോക്കുമ്പോൾ അവിടെ ഏറ്റവും ശക്തമായിട്ട് കാണുന്നത് ഒരു ഹൃദയബന്ധവും ഒരു സ്നേഹവും ഒക്കെ തന്നെയാണ് എന്നുള്ളത് നമുക്ക് പറയാതിരിക്കാനായിട്ട് കഴിയില്ല. അവർ നിങ്ങളെ ഒരു സാധാരണ വ്യക്തിയായിട്ടല്ല കാണുന്നത്, ഒരു ഓർഡിനറി ആയിട്ടല്ല കാണുന്നത്, സംതിങ് സ്പെഷ്യൽ എന്ന രീതിയിൽ നിങ്ങളെ കാണുന്നു. അവരുടെ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് കാണുന്നത്. ആ ഒരു സ്ഥാനത്തേക്ക് മറ്റാർക്കും കടന്നു വരാനായിട്ട് കഴിയില്ല. നിങ്ങളെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ ഒരു സ്ഥാനം അവിടെ അങ്ങനെ തന്നെ കിടക്കും. ആ ഒരു പ്ലേസിലേക്കും ഒരു റീപ്ലേസ് ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ഈ ഒരു വ്യക്തി വിചാരിക്കുന്നത്. അത്രയ്ക്കും ഒരു ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് അവർ തരുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഫീലിങ്സിന്റെ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങളോടുള്ള ആ ഒരു ഫീലിങ്സ് വളരെ ഒരു സുരക്ഷിതത്വമുള്ളതും വളരെയധികം ഒരു ഡീപ്പായിട്ടുള്ള ആത്മബന്ധമുള്ള ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങളെ അവർക്ക് ഫീൽ ചെയ്യുന്നത്. അവരുമായിട്ട് വരുന്ന ഈ ഒരു റിലേഷൻഷിപ്പിൽ വളരെയധികം ഡീപ്പായിട്ട് ആഴത്തിലുള്ള ഒരു സ്നേഹം ഫീൽ ചെയ്യുന്നുണ്ട് അവർക്ക് എന്നുള്ളതാണ്. അപ്പോൾ നൈറ്റ് ഓഫ് കപ്സ് കാണിക്കുന്നത് അവർ നിങ്ങളോടുള്ള ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള വളരെയധികം ഒരു അട്രാക്ഷൻ തോന്നുന്ന ഒരു സമയമാണ് ഇത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ സ്നേഹം വളരെയധികമായിട്ട് പ്രകടിപ്പിക്കാനുള്ള ഒരു ആഗ്രഹം, ഇതുവരെ അവർ അങ്ങനെ വളരെ നല്ല രീതിയിൽ അവർക്കിപ്പോൾ ഒരു 100% ഒരു അവരുടെ ഉള്ളിൽ ഫീലിങ്സുകൾ വരുമ്പോൾ അവർ അത്രയൊന്നും കാണിച്ചിരുന്നില്ല. വളരെ കുറച്ചാണ് അവർ എക്സ്പ്രസ് ചെയ്തിരുന്നത്. എന്നാൽ ഈ ഒരു സമയം മുതൽ അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് അവർ ചിന്തിക്കുന്നുണ്ട്, എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആ ഒരു സ്നേഹം അതേ അളവിൽ തന്നെ അത് പ്രകടിപ്പിക്കാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത്രയധികം ഒരു സ്നേഹം അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിൽക്കുകയാണ്. അത് നിങ്ങളോട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ അല്ലെങ്കിൽ നിങ്ങളെ കെയർ ചെയ്തുകൊണ്ട് ഒക്കെ നിങ്ങളിലേക്ക് വന്ന് അത് പ്രകടിപ്പിക്കാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. പിന്നെ വളരെ ആഴത്തിലുള്ള ഡീപ്പായിട്ടുള്ള ഫീലിങ്സ് ആണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവർക്കുള്ളത്. അല്ലാതെ ഒരു തമാശ എന്ന രീതിയിലുള്ളതല്ല. വളരെയധികം കെയറിങ് ആണ് ഈ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത്. വളരെയധികം നിങ്ങൾ ഒരു മനസ്സിലാക്കുന്ന വ്യക്തിയാണ്. എന്ത് സാഹചര്യത്തിൽ ഈ ഒരു പേഴ്സൺ നിന്നാലും ആ ഒരു പേഴ്സണെ നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യും എന്നുള്ളതാണ് അവർ മനസ്സിലാക്കുന്നത്. അതായത് ഇപ്പൊ ഏത് മോശപ്പെട്ട ഒരവസ്ഥയിലാണ് ഈ ഒരു പേഴ്സൺ നിൽക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ചുറ്റും നിൽക്കുന്ന എല്ലാവരും അവരെ തള്ളി പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾ അവരെ മനസ്സിലാക്കും എന്നാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. അത്രയധികം ഒരു ആത്മബന്ധം നിങ്ങൾ തമ്മിലുണ്ട് എന്നവർ മനസ്സിലാക്കുന്നുണ്ട്. അവർ ഒരു ലോങ് ടൈം ഹാപ്പിനെസ് ആണ് അവർ കാണുന്നത്. നിങ്ങളെന്ന വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ അവരുടെ മനസ്സിനുള്ളിൻ്റെ ഉള്ളിൽ തോന്നുന്നത് ഒരു ലോങ് ടൈം ഹാപ്പിനെസ്, എന്നും എന്നേക്കും എൻ്റെ ഒപ്പം ഉണ്ടാകുന്ന ഒരു സന്തോഷമായിട്ടുള്ള ഒരു കാര്യം എന്ന രീതിയിലാണ് അവർ നിങ്ങളെ കാണുന്നത്.
അപ്പോൾ ഒരു ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ ഒരു സ്റ്റേബിൾ ബന്ധമായിട്ടോ ഒക്കെ വരെ ആ ഒരു രീതിയിലേക്കൊക്കെ കൊണ്ടുപോകാനായിട്ട് അവർ സ്വപ്നം കാണുന്നുണ്ട് ഈ റിലേഷൻഷിപ്പ്. അതായത് എൻഗേജ്മെന്റ്, മാരേജ്, ഈ ഒരു ലെവലിലേക്കൊക്കെ പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇനി അങ്ങനെ പോകാൻ പറ്റാത്ത ആളുകളുടെ റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ പോലും മരണം വരെ ഈ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്ത് കൊണ്ടുപോകണം എന്ന് അവർ ആഗ്രഹിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതാണ് നിങ്ങളോടുള്ള ഈ ഒരു വ്യക്തിയുടെ ഫീലിങ്സ് നമുക്ക് നോക്കുമ്പോൾ കാണുന്നത്. പിന്നെ ഒരു 6 ഓഫ് കപ്സിന്റെ ഒരു എനർജി വന്നതുകൊണ്ട് തന്നെ ഇവിടെ ഒരു പാസ്റ്റിലെ ഒത്തിരി ഓർമ്മകൾ ഈ വ്യക്തിക്ക് ഉണ്ട് എന്നുള്ളതാണ്. ആ ഒരു നമ്മൾ മുന്നേ എപ്പോഴോ കണ്ടുമുട്ടിയതുപോലെയുള്ള ഒരു പരിചയമൊക്കെ തോന്നുക. അതായത് നമുക്ക് ചില വ്യക്തികളെ കാണുമ്പോൾ ഒരു വ്യക്തിയുമായിട്ട് എനിക്ക് കഴിഞ്ഞ ജന്മത്തിൽ എന്തെങ്കിലും ഒരു റിലേഷൻ ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ ഈ വ്യക്തി എവിടെയോ ഒരു കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ള രീതിയിൽ ചിന്തിക്കില്ല. നമ്മൾ ചില ആളുകളോട് മാത്രമേ നമുക്ക് തോന്നൂ, എല്ലാവരോടും തോന്നത്തില്ല. അപ്പോൾ ഒന്നോ രണ്ടോ ആളുകളോടൊക്കെ നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇതിപ്പോൾ ഏത് ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള റിലേഷൻഷിപ്പ് കോണ്ടാക്റ്റിൽ വരുന്ന ആളുകളാണെങ്കിൽ കൂടിയും നമുക്ക് ചില ആളുകളോട് പ്രത്യേക ഒരു അട്രാക്ഷനോ അല്ലെങ്കിൽ ഒരു സ്നേഹമോ സിമ്പതിയൊക്കെ തോന്നുന്ന സമയങ്ങളാണ്. അപ്പം നമ്മൾ തന്നെ വിചാരിക്കും ഇതെന്തിനാണ് എനിക്ക് ഇങ്ങനെ ഒരു ഫീലിങ്സ് തോന്നുന്നത് എന്ന് വരെ വിചാരിക്കും. അപ്പം അങ്ങനെയുള്ള എക്സ്പീരിയൻസ് എല്ലാവർക്കും തന്നെ ഉണ്ടാകാറുള്ളതാണ്. ആ ഒരു എക്സ്പീരിയൻസ് ഈ ഒരു കാര്യത്തിൽ, ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളോട് ആ ഒരു പേഴ്സൺ ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പഴയ സമയങ്ങളിൽ നമ്മൾ തമ്മിൽ എന്തൊക്കെയോ ഒരു ബന്ധങ്ങൾ ഉണ്ടായിരുന്നു, ഒരു ആത്മബന്ധം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ടായിരുന്നു എന്നൊക്കെ ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നു. ആ പഴയ കാര്യങ്ങളിലൊക്കെ ഓർത്തെടുക്കാൻ പറ്റുമോ എന്ന് വരെ ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നതായിട്ടുള്ള എനർജീസ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ ഇപ്പോഴത്തെ അവരുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണ് എന്ന് നോക്കുമ്പോൾ ഇത് വളരെ ഒരു ശക്തമായ ഒരു മാറ്റത്തിന്റെ ഒരു ഘട്ടമാണ്, ഒരു മാറ്റമാണ് അവരുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് നമുക്ക് ഫസ്റ്റ് തന്നെ പറയാനായിട്ട് പറ്റുന്നത്. എന്തൊക്കെയോ കാര്യങ്ങൾ ഇവരുടെ ലൈഫിൽ വരുന്നു. ഇതുവരെ പോയിക്കൊണ്ടിരുന്ന ഒരു ഫ്ലോയിലല്ല ഇവരുടെ ലൈഫ് പോകുന്നത്. അതിൽ വളരെയധികം മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അതായിട്ട് അവർ കാർഡ് അത് തന്നെയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. അപ്രതീക്ഷിതമായ ഒരു എന്തോ കാര്യങ്ങൾക്ക് തകർച്ചയോ ഞെട്ടലോ എന്തോ അവർക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അവരുടെ ജീവിതത്തിൽ ആ ഒരു സംഭവം നടന്നതോടുകൂടി ജീവിതത്തിൽ വലിയൊരു മാറ്റം സംഭവിച്ചു എന്നുള്ളതാണ് നമുക്ക് കാണുന്നത്. ഓക്കെ, ആ ഒരു പഴയ ഘട്ടം അവസാനിച്ച് പുതിയതിലേക്ക് മാറൽ, ഇനി ഇത് ഒരിക്കലും നഷ്ടപ്പെടില്ല എന്നുള്ള ഒരു രീതിയിലേക്ക് വന്നു എന്നതാണ്. കാരണം നമുക്ക് ടവർ കാർഡ് വന്നതിന് ശേഷം ഡെത്ത് കാർഡ് വന്നിട്ടുണ്ട്. അപ്പൊ തന്നെ നമുക്കത് മനസ്സിലാകും എന്തോ ഒന്ന് അവസാനിച്ച് പുതിയൊരു റീസ്റ്റാർട്ട് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ആ ഒരു അതുവരെ അവരുടെ ലൈഫ് പോയിക്കൊണ്ടിരുന്ന ഒരു സൈക്കിളിൽ നിന്നും ആ ഒരു സമയം അവസാനിച്ച് വീണ്ടും പുതിയൊരു ഇതിലേക്ക് അവർ കടന്നു, ഒരു പുതിയ സ്റ്റാർട്ട് ഉണ്ടായി എന്നുള്ളത് തന്നെയാണ്. ഇപ്പം നിങ്ങൾ സെപ്പറേഷനിൽ നിൽക്കുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇത്രയും ഒരു സ്നേഹം ഉള്ളിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ പോലും പലപ്പോഴും പല കാര്യങ്ങൾ കൊണ്ട് ആയിരിക്കാം, നിങ്ങൾ സിറ്റുവേഷൻസ് കൊണ്ടായിരിക്കാം ഒക്കെ ആയിരിക്കാം സെപ്പറേഷന് പോയിട്ടുണ്ടാവാം. അങ്ങനെ സെപ്പറേഷന് പോയിട്ടുള്ള വ്യക്തികളാണെങ്കിൽ ഇത് ആ ഒരു സെപ്പറേഷനെയാണ് ഇവിടെ ഒരു ടവർ കാർഡ് കാണിച്ചു തരുന്നത് നമുക്ക്. അപ്പം ഈ ഒരു സെപ്പറേഷൻ പോലും അല്ലെങ്കിൽ ഈ ഒരു നോ കോണ്ടാക്റ്റിൽ ഇരിക്കേണ്ടി വരുന്നത് പോലും നിങ്ങളുടെ ഒരു പ്രശ്നങ്ങൾ കൊണ്ടോ ഒന്നും ആകാനുള്ള ചാൻസ് ഇല്ല. പുറത്തുനിന്നുള്ള ആരുടെയും ഫോഴ്സ് കൊണ്ടോ അല്ലെങ്കിൽ സിറ്റുവേഷൻ ബേസ്ഡ് ആയിട്ടോ അങ്ങനെ എന്തൊക്കെയോ ഈ ഒരു കാര്യങ്ങളൊക്കെ ഈ റിലേഷൻഷിപ്പിനുള്ളിലേക്ക് വരുമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സെപ്പറേഷനിലോ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത രീതിയിൽ പോകുമെന്നോ ഒന്നും ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ഈ ഒരു വ്യക്തി. അപ്പൊ അങ്ങനെ അപ്രതീക്ഷിതമായ ഒരു തകർച്ചയാകാം ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. അപ്പൊ അവിടെ ഒരു വലിയ മാറ്റം സംഭവിച്ചിരിക്കുന്നു, എല്ലാത്തിലും ഒരു മാറ്റം സംഭവിച്ചിരിക്കുന്നു. അവരുടെ പ്രതീക്ഷകളൊക്കെ അവിടെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സമയം ഉണ്ടായി. ഇനി ഒരു റീസ്റ്റാർട്ട് ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് ഡെത്ത് കാർഡ്. ഡെത്ത് എന്ന് പറഞ്ഞ ഒരു എൻഡ് കഴിഞ്ഞ ഒരു റീസ്റ്റാർട്ട്, അതാണ് നമുക്ക് പറയാനായിട്ട് വരുന്നത്. അപ്പം ആ ഒരു പുതിയതിലേക്ക് മാറാൻ വേണ്ടിയിട്ടാണ് ഇത് വന്നിട്ടുള്ളത് എന്നാണ്. അപ്പോൾ ഒരു പഴയതിലും കൂടുതൽ ഒരു സ്നേഹത്തോടെ ഈ ഒരു പേഴ്സണുമായിട്ട് ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ളതാണ് നമ്മളിവിടെ നിന്ന് മനസ്സിലാക്കുന്നത്. ഓക്കെ, പിന്നെ ഒരു ഹാങ്ഡ് മാൻ എനർജി വന്നിട്ടുണ്ട്. അപ്പൊ ഇവര് ഇപ്പൊ അവരിങ്ങനെ നിൽക്കുകയാണ്, അവരിങ്ങനെ ആലോചിക്കുകയാണ്, പുതിയ പുതിയ കാഴ്ചപ്പാടുകൾ കണ്ടെത്താനായിട്ട് അവർ ശ്രമിക്കുകയാണ്, അല്ലെങ്കിൽ പുതിയ രീതികളിൽ എക്സ്പ്രസ് ചെയ്ത് ആ ഒരു സ്നേഹം നിങ്ങളോടുള്ള എക്സ്പ്രസ് ചെയ്ത് നിങ്ങളിലേക്ക് വരാൻ, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ കട്ടായ സമയത്ത് ഇനി ഒരു പുതിയ കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ള ആലോചിക്കുന്നുണ്ടാകാം. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ടുള്ള ഈ പ്രശ്നങ്ങളെല്ലാം ഒന്ന് സോൾവ് ചെയ്ത് വീണ്ടും ഒരു റീസ്റ്റാർട്ടിലേക്ക് വരണം എന്ന രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ടാകാം. അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള പ്ലാനിങ്ങും കാര്യങ്ങളിലൂടെയാണ് ഈ ഒരു പേഴ്സൺ കടന്നു പോകുന്നത് എന്നാണ് മനസ്സിലായത്. ഹാങ്ഡ് മാൻ എനർജി അതാണ്. അവരവിടെ നിന്ന് ആലോചിക്കുന്നു, ഒരു പുതിയ കാര്യങ്ങൾ എന്തൊക്കെയോ കണ്ടെത്താനായിട്ട് അവർ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ഹെർമിറ്റ് കാർഡിലേക്ക് വരുമ്പോഴത്തേക്കും
ഈ ഒറ്റയ്ക്ക് ഈ ഒരു സമയത്ത് അവര് സൈലന്റ് ആയിട്ടിരിക്കും. ഇപ്പൊ ചിലപ്പോൾ ഈ ഒരു സെപ്പറേഷൻ പോയി കഴിഞ്ഞപ്പോഴാണെങ്കിലും നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും അവർക്ക് എന്നെ ഒന്ന് വിളിച്ചിട്ട് ജസ്റ്റ് ഒന്ന് സംസാരിച്ചുകൂടെ, ഇത്ര ദിവസം അല്ലെങ്കിൽ ഇത്ര മാസങ്ങളായി, ഇത്ര ആഴ്ചകളായി ഈ ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റിലേക്ക് പോയ സമയത്ത് ജസ്റ്റ് ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ ഒന്ന് സംസാരിച്ചു കൂടെ, എന്താണ് ഇത്ര ഒരു സൈലന്റ് വന്നിരിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു സൈലൻസ് അവരിപ്പോ അവർക്ക് ആവശ്യമാണ് എന്ന് മനസ്സിലാക്കുന്നു. അത് ആ ഒറ്റയ്ക്കൊരു സമയം ചെലവാക്കി ഒരു ആത്മപരിശോധന നടത്തേണ്ടുന്ന ഒരു സമയം കൂടിയാണ് ഇത് എന്നുള്ളതാണ് ദ ഹെർമിറ്റ് കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പം ഇതിന്റെ അർത്ഥം അവരിപ്പോ ജീവിതത്തിലെ വലിയ മാറ്റങ്ങൾ കൈകാര്യം ചെയ്യുകയാണ്. അപ്പൊ ഈ ഒരു റിലേഷൻഷിപ്പ് മാത്രമല്ല, ഈ ഒരു റിലേഷൻഷിപ്പിന്റെ സെപ്പറേഷൻ ആയിരിക്കില്ല, അല്ലാതെ അവരുടെ ലൈഫിൽ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ ഈ ഒരു പ്രശ്നങ്ങളെല്ലാം അവർ ഈ ഒരു മാറ്റം ചേഞ്ചസ് വന്നിട്ടുണ്ട്, അതെല്ലാം അവർ കൈകാര്യം ചെയ്യുന്ന ഒരു തിരക്കിലാണ്. അതിനാൽ ഈ ഒരു നിങ്ങളോട് സ്നേഹം ഉണ്ടായിട്ടും അവര് മുന്നോട്ടേക്ക് ഓടി വരാനായിട്ട് ഒന്ന് മടിച്ചു നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷൻ ഓവറോൾ എനർജി പറയുകയാണെങ്കിൽ അതാണ് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്. ഇനി അവരുടെ ഒരു മാനസികാവസ്ഥ എന്താണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഈ ഒരു സമയത്ത് അവരുടെ ഒരു മാനസികാവസ്ഥ നോക്കുമ്പോൾ ഇവിടെ ഒരു വളരെയധികം ഒരു പേടിയുള്ളതായിട്ടും അതുപോലെ ഒരു ആശങ്കയുണ്ട് അവർക്ക്. പിന്നെ അവർക്ക് സ്വന്തമേ ഒരു സംശയമാണ്, ഞാനൊരു കോൺഫിഡന്റ് ആണോ, അല്ലെങ്കിൽ ഞാനിത് ഡിസേർവ്ഡ് ആണോ, ഈ ഒരു ഇത് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റുമോ പറ്റില്ലയോ, ഇങ്ങനെയൊക്കെയുള്ള കുറേ ഡൗട്ടുകളും അവർക്കുള്ളതായിട്ട് കാണാനായിട്ട് വരുന്നുണ്ട്. അപ്പം അധിക സമയത്തും ഈ ഒരു പേഴ്സൺ ചിലവഴിക്കുന്നത് ചിന്തകളിലാണ്. അവർ പല രീതികളിൽ മറിച്ചും തിരിച്ചും ഒക്കെ കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, ഫ്യൂച്ചർ പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ കൂടുതൽ സമയം അവരിങ്ങനെ ചിന്തകളിലായതുകൊണ്ട് തന്നെ അവർക്ക് ഒരു ഉറക്കമില്ലായ്മ അനുഭവപ്പെടുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിക്ക് ഇവിടെ നമുക്ക് ഈ ഒരു 9 ഓഫ് സോർഡ്സ് കാണുമ്പോൾ ഇവിടെ ഒരു റിഗ്രറ്റ്, ഒരു കുറ്റബോധം ഉള്ളതായിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അത് ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പില് രണ്ട് രീതിയിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഈ ഒരു റിലേഷൻഷിപ്പിൽ ഈ ഒരു വ്യക്തി ചെയ്തു പോയ പല കാര്യങ്ങൾ കൊണ്ടും ഈ ഒരു സെപ്പറേഷൻ സംഭവിച്ചു പോയല്ലോ എന്നോർത്തുള്ള ഒരു റിഗ്രറ്റ് ആയിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ആളുകൾക്ക് വേറെ രീതിയിൽ ഈ ഒരു റിലേഷൻഷിപ്പ് വിട്ടിട്ട് ഇവരുടെ റെസ്പോൺസിബിലിറ്റീസ് അല്ലെങ്കിൽ കരിയർ ഇങ്ങനെ നോക്കി പോയത് കൊണ്ട് ഇത് റിലേഷൻഷിപ്പിന് നല്ല രീതിയിലൊരു റീബിൽഡ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് കഴിയാതെ പോയി, ശ്രദ്ധിക്കാൻ കഴിയാതെ പോയത് കൊണ്ടാണ് എനിക്കിത് നഷ്ടപ്പെട്ടു പോയത് എന്നുള്ളൊരു റിഗ്രറ്റ്. ഇങ്ങനെ ഈ രണ്ട് രീതിയിലാകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ശരിക്കും ഒരു 8 ഓഫ് സോർഡ്സിന്റെ എനർജി വരുമ്പോഴത്തേക്ക് ഇവർ ഈ ചിന്തകളിൽ ഇങ്ങനെ കുടുങ്ങിപ്പോയതുപോലെയാണ് ഇവർക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ ഒരു ട്രാപ്പിൽ പെട്ടുപോയൊരവസ്ഥ. അതായത് ഇപ്പോൾ ഈ റിലേഷൻഷിപ്പിലേക്ക് വരുമ്പോൾ നിങ്ങളെ അവർക്ക് നഷ്ടമായി, അല്ലെങ്കിൽ ഒരു സെപ്പറേഷനിലേക്ക് പോയി, ഇപ്പോൾ അവരെ ഒരു സിറ്റുവേഷനിൽ പെട്ടിട്ടുണ്ട്. ആ ഒരു സിറ്റുവേഷൻ അവരത്ര കംഫർട്ട് അല്ല. അതുകൊണ്ട് തന്നെ എന്തോ ഒന്നിൽ ഞാൻ പെട്ടുപോയ ഒരു തോന്നലാണ് അവർക്ക് തോന്നുന്നത്. ഇനി എനിക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് കഴിയില്ലേ എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. അപ്പം പിന്നെ എല്ലാം ഒന്ന് തുറന്ന് പറയാനായിട്ട് അവർ മടിക്കുകയാണ്. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ മറച്ചു വെച്ച് അല്ലെങ്കിൽ അതൊക്കെ വിട്ട് കളയാം എന്നുള്ള രീതിയിലൊക്കെ ഒരു ക്ലാരിറ്റി ശരിക്കും കൊണ്ടുവരാനായിട്ട് അവർ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് അവരുടെ ലൈഫിൽ. അതെന്തുകൊണ്ടാണ് എന്ന് നമുക്കിവിടെ മനസ്സിലാവുന്നില്ല. എങ്കിലും അവര് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേദന ഉണ്ടാകുമോ, എന്തെങ്കിലും ഒരു ആക്ഷൻ അവർ എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞ് ഇനിയും കൂടുതൽ പ്രശ്നങ്ങൾ വഷളാകുമോ, അല്ലെങ്കിൽ ഒരു പേടി അവർക്ക് എന്തിനൊക്കെ വേണ്ടിയിട്ട് ഒരു പേടി അവർക്കുള്ളതായിട്ട് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റുമെന്നാണ് തോന്നുന്നത്. എന്താണ് എന്ന് എക്സാക്റ്റ് ഒരു കാരണം പറയാൻ പറ്റുന്നില്ല, ഒരു പേടിയുള്ളതായിട്ട് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. പിന്നെ കുറേ ഡൗട്ടുകളും ചിന്തകളും ഓവർ തിങ്കിങ്, നെഗറ്റീവ് ഫീലിങ്സ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഈ വ്യക്തി ഇപ്പോൾ ഓടിച്ചുകൊണ്ട് പോകുന്നത്. അവരുടെ മനസ്സിലേക്ക് നോക്കുമ്പോൾ വളരെ അസ്വസ്ഥമായിട്ടാണ് നമുക്ക് കാണുന്നത്. ഉറക്കമില്ലായ്മയുടെ ഒരു സ്റ്റേജിലൂടെയൊക്കെയാണ് ഈ ഒരു പേഴ്സൺ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഒത്തിരി ഒരു ഡിപ്രഷനിലേക്ക് പോയ ആളുകളെയും നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. പക്ഷെ അതിൽ നിന്നെല്ലാം അവർ കരകയറി വരും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. കാരണം ഇവിടെ നമുക്ക് ഡെത്ത് കാർഡ് കിട്ടിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇവിടെ ഒരു ന്യൂ സ്റ്റാർട്ട് ഉണ്ടാകും. ആ ഒരു പേഴ്സൺ ഈ ഒരു കാര്യങ്ങളിൽ നിന്നെല്ലാം ഒരു വലിയ മാറ്റമാണ് അവിടെ സംഭവിക്കുന്നത്. ടവർ കാർഡ്, ഡെത്ത് കാർഡ് വന്നിരിക്കുന്നത്. അപ്പൊ ഒരു മാറ്റം, ഇതിൽ നിന്നെല്ലാം ഒരു മാറ്റം ഉണ്ടായി അവര് ഒരു പുതിയ ഒരു റീസ്റ്റാർട്ട് ഉണ്ടായി പുതിയൊരു ലൈഫിലേക്ക് കടന്നു വരും എന്ന് തന്നെയാണ് നമുക്ക് ഈ ഒരു കാർഡിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ ഒരു മുന്നോട്ടേക്ക് എന്താണ് ഇനി എന്നുള്ളത് നോക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് വേഗത്തിൽ ഒരു ആശയവിനിമയം അല്ലെങ്കിൽ
ഒരു മുന്നേറ്റം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അത് നമുക്ക് ഓൾറെഡി മനസ്സിലായിട്ടുള്ള കാര്യമാണ്. ഒരു പുതിയ സക്സസ് നമ്മുടെ ലൈഫിലേക്ക് വരാനായിട്ട് പോകുന്നു എന്നുള്ളത് ഫസ്റ്റിലത്തെ കാർഡിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകാണ്. പക്ഷേ ഈ 8 ഓഫ് വാൻഡ്സിന്റെ കാർഡ് വരുമ്പോൾ നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ തന്നെയാണ് പറയാനായിട്ട് പറ്റുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ വേഗത്തിൽ ഉണ്ടാകുന്ന ഒരു ഫയർ എനർജിയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്കൊരു സ്നേഹത്തോടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അവര് ഉള്ളില് ഇങ്ങനെ കാര്യങ്ങൾ ഒക്കെ ഒന്ന് ക്ലാരിറ്റി വരുത്തുകയും സ്റ്റെബിലിറ്റി വരുത്തുകയൊക്കെ ചെയ്തതിന് ശേഷം ഒരു നീക്കം അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അത് ഒരു കമ്മ്യൂണിക്കേഷൻ ആയിട്ടായിരിക്കും, പെട്ടെന്നുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആയിട്ടായിരിക്കും നിങ്ങളിലേക്ക് എത്തുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഓക്കെ, അതിനുള്ള വളരെയധികം സാധ്യതകളാണ് നമുക്കിവിടെ കാണാനായിട്ടും പറ്റുന്നത്. അപ്പോൾ അവര് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, അത് വളരെ ആഴത്തിലാണ് നിങ്ങളെ സ്നേഹിക്കുന്നത്. അത് തന്നെയാണ് അവർക്ക് നിങ്ങളോടുള്ള, നിങ്ങളുടെ റിലേഷൻഷിപ്പിനോടുള്ള ആ ഒരു മനോഭാവം എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പോൾ അവര് വലിയൊരു മാനസിക പിരിമുറുക്കത്തിലാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ജീവിതത്തിൽ പല കാര്യങ്ങളും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ ഒത്തിരി അതിൽ നിന്ന് എക്സ്പീരിയൻസസ് എടുത്തുകൊണ്ട് മാറ്റങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഒരു സമയമാണ്. അതേ തുടർന്നുണ്ടാകുന്ന കുറച്ച് പേടിയും ആശങ്കയും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് തുറന്ന് നിങ്ങളിലേക്ക് വരാനായിട്ട് അവർ വൈകുന്നു എന്നുള്ളതാണ്. അതാണ് അവർക്കൊരു തടസ്സമായിട്ട് നിൽക്കുന്നത് എന്നാണ് കാണാനായിട്ട് പറ്റുന്നത്. എന്നാൽ മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് ഒരു കമ്മ്യൂണിക്കേഷൻ തീർച്ചയായും നിങ്ങളിലേക്ക് വരും. അതിന്റെ ഒരു പുരോഗതി അവിടെ ഉണ്ടാവുകയും ആ ഒരു റിലേഷൻഷിപ്പ് റീസ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യതയുമാണ് നമ്മളിവിടെ കാണുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ബന്ധം മുന്നോട്ട് പോകാനായിട്ട് ഇപ്പൊ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് യൂണിവേഴ്സ് പറഞ്ഞു തരുന്ന കാര്യങ്ങളിലേക്ക് പോവാം. ഇവിടെ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു, ഈ ഒരു പേഴ്സൺ ഒരു ക്ലാരിറ്റി ഇല്ലാതെ, സ്റ്റെബിലിറ്റി ഇല്ലാതെ ഇങ്ങനെ വളരെയധികം ഓവർ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അവരുടെ ലൈഫിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ ഈ ഒരു സമയത്ത് ഇപ്പോൾ ഇവരുള്ളത് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു സമയത്ത് ആയതിനാൽ തന്നെ നിങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റിക്ക് വേണ്ടിയോ ഉടൻ ഒരു തീരുമാനം എടുക്കണം, ഒരു ഡിസിഷൻ എടുക്കണം എന്ന് ആവശ്യപ്പെടരുത് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഒരു സമ്മർദ്ദം ചെലുത്തരുത് എന്നാണ് നമുക്കിവിടെ കിട്ടുന്ന ഒരു ഗൈഡൻസ് മെസ്സേജ്. നിങ്ങളുടെ സമീപനം ഇങ്ങനെ ആയിരിക്കണം: ഞാൻ ഇവിടെ ഉണ്ട്, നിങ്ങൾ ഓക്കെ ആകുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ നിങ്ങൾ ഈ റിലേഷൻഷിപ്പ് വേണ്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തയ്യാറാകുന്ന സമയത്ത് നമുക്ക് സംസാരിക്കാം. ആ ഒരു രീതിയിലുള്ള ഒരു ഫീഡ്ബാക്ക് കൊടുക്കുമ്പോൾ അവർക്ക് നിങ്ങളിൽ ഒരു വിശ്വാസം വളർത്തിയെടുക്കാനായിട്ട് അത് സഹായിക്കും എന്നുള്ളതാണ് യൂണിവേഴ്സിൽ നിന്ന് കിട്ടുന്ന ഒരു ഗൈഡൻസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. പിന്നെ വരുന്നത് ഒരു തുറന്ന സംഭാഷണം അത്യാവശ്യമാണ്. അതായത് ഒരു നല്ല കമ്മ്യൂണിക്കേഷൻ, ഒരു ശാന്തമായ രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, എല്ലാം ഒരേ സമയം ചോദിച്ച് പുറത്തേക്ക് വരുത്താനായിട്ട് ശ്രമിക്കാതിരിക്കുക. ചെറിയ സ്നേഹത്തിലുള്ള ചെറിയ കോൺവെർസേഷൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിൽ കുറ്റപ്പെടുത്തുകൾ ഇല്ലാത്തൊരു ഭാഷയിലൂടെ വേണം സംഭാഷണത്തിലേക്ക് പോകാൻ എന്നുള്ളതാണ് നമുക്ക് യൂണിവേഴ്സിൽ നിന്ന് കിട്ടുന്നത്. അത് അവരുടെ ഒരു പേടി കുറച്ചുകൊണ്ട് അവർക്ക് കുറച്ചും കൂടി, നിങ്ങളുടെ പേഴ്സണ് കുറച്ചും കൂടി ഒരു കോൺഫിഡൻസ് കൂട്ടാനായിട്ട് അത് സഹായിക്കും എന്നുള്ളതാണ് യൂണിവേഴ്സിൽ നിന്ന് വരുന്ന ഗൈഡൻസ്. പിന്നെ ഈ ഒരു വ്യക്തിയെ മനസ്സിലാക്കാനായിട്ട് പരമാവധി ശ്രമിക്കുക. ഇപ്പോൾ അവരുടെ ഒരു വേഗത്തിൽ കാര്യങ്ങൾ കിട്ടണം എന്നുള്ള രീതിയിൽ നിന്നൊന്ന് മാറിയതിനു ശേഷം കുറച്ച് ക്ഷമ കൈക്കൊള്ളുക. എന്തുകൊണ്ട് ഇങ്ങനെ എന്ന് ചോദിക്കുന്നതിന് പകരം ഇവർക്ക് സമയം വേണം എന്ന്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സമയം വേണമെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് ആ ഒരു രീതിയിലേക്ക് മാറാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഇവിടെ ക്ഷമ ഒരു വലിയ മാറ്റം ഈ റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവരും എന്നുള്ളത് കാര്യമാണ് യൂണിവേഴ്സിന് കിട്ടുന്ന ഒരു ഗൈഡൻസ് ആയിട്ട് പറയാനായിട്ട് പറ്റുന്നത്. പിന്നെ നിങ്ങളുടെ ഒരു എനർജി, ആ ഒരു എനർജി ഒന്ന് സ്ട്രോങ് ആക്കി വെക്കാനായിട്ട് ശ്രമിക്കുക എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ ഈ ഒരു കാര്യങ്ങൾ നിങ്ങളുടെ പേഴ്സണെ മനസ്സിലാക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവിടുത്തെ സിറ്റുവേഷൻസ് മനസ്സിലാക്കുന്നുണ്ട്, അവർക്ക് സമയം കൊടുക്കുന്നുണ്ട്. പക്ഷെ നമ്മളുടെ ഒരു മെന്റൽ ഹെൽത്തും കൂടെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പൊ നിങ്ങളുടെ ഒരു എനർജി ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് മാത്രം ചിന്തിച്ച് നിൽക്കരുത്. നിങ്ങളുടെ ജീവിതവും കൂടി നിങ്ങൾ നോക്കണം. നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി നിങ്ങൾ സമയം കണ്ടെത്തണം. നിങ്ങൾക്ക് ഒരു സെൽഫ് കെയറും അതുപോലെ ആത്മവിശ്വാസവും ഒക്കെ നേടിയെടുക്കാനായിട്ട് ശ്രമിക്കണം. ഇത് നിങ്ങളെ കൂടുതൽ അട്രാക്റ്റീവ് ആക്കും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഒരു നല്ല അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള ഒരു വ്യക്തിയേക്ക് മാറ്റും, ഒരു ബ്യൂട്ടിഫുൾ സോളാക്കി നിങ്ങളെ മാറ്റും എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ മാറാനായിട്ട് നിങ്ങൾ സ്വയം ശ്രമിക്കുക എന്നുള്ളതാണ്. പിന്നെ സ്നേഹം കാണിക്കണം ഈ ഒരു പേഴ്സണോട്. അങ്ങനെ പിടിച്ചു വെക്കുന്ന രീതിയിലുള്ള, എൻ്റെ ഉള്ളിൽ സ്നേഹമുണ്ട് പക്ഷെ ഞാനത് എക്സ്പ്രസ് ചെയ്യില്ല എന്നുള്ള രീതിയിൽ ഇരിക്കരുത്. ഒരു സ്വാഭാവികമായിട്ട് നിങ്ങൾക്കുള്ള, അതായത് ഒരു ഡ്രാമ പോലെ അതിങ്ങനെ കാണിക്കണം എന്നുള്ളതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. സ്നേഹം ഒരു സ്വാഭാവികമായിട്ട് പ്രകടിപ്പിക്കുക എന്നുള്ളതാണ്. ആ ഒരു രീതിയിൽ ഓക്കെ, വളരെ ബാലൻസ് ആയിട്ടുള്ള രീതിയിൽ ഒരു സ്നേഹത്തിന്റെ ഒരു കാമായിട്ടുള്ള ഒരു ഭാവം മാത്രമാണ് അവിടെ കൊടുക്കാനായിട്ട് യൂണിവേഴ്സ് പറയുന്നത്. അപ്പം
അവർക്ക് സമയവും സുരക്ഷിതത്വവും കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ അവർ സേഫ് ആണെന്നൊരു ഫീല് അല്ലെങ്കിൽ ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുക. ശാന്തമായ രീതിയിലുള്ള കാമായിട്ടുള്ള രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻസ് നിലനിർത്തുക. നിങ്ങളുടെ ജീവിതത്തെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ നിങ്ങളും സന്തോഷിക്കുക, നിങ്ങൾ സെൽഫ് കെയർ ചെയ്യുക, നിങ്ങൾ കോൺഫിഡൻസ് ലെവൽ ഉയർത്തിക്കൊണ്ട് വരാനായിട്ട് ശ്രമിക്കുക. പിന്നെ സമ്മർദ്ദമില്ലാത്ത രീതിയിലുള്ള ഒരു സ്നേഹം കാണിക്കുക എന്നുള്ളതാണ്. ഒത്തിരി സമ്മർദ്ദം, ഒത്തിരി ഫോഴ്സ് കൊടുക്കാത്ത രീതിയിലുള്ള ഒരു സ്നേഹം അവരോട് കാണിക്കുക. അപ്പൊ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു റിലേഷൻഷിപ്പ് സ്വാഭാവികമായിട്ട് മുന്നോട്ട് പോകാനായിട്ടുള്ള വലിയ സാധ്യതകൾ ഉണ്ട് എന്നാണ് യൂണിവേഴ്സ് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു റീഡിങ്ങിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. കുറച്ച് ക്ലൂസും കൂടി എന്നെടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ഫസ്റ്റ് ക്ലൂ നമുക്ക് എക്സ്പെക്ട് മിറാക്കിൾസ് എന്ന് പറയുന്നത് ഒരു അത്ഭുതം പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്. ബ്യൂട്ടിഫുൾ ഐസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സണിൻ്റെയൊക്കെ കണ്ണുകൾക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകത ഉള്ളതായിരിക്കാം. ലെറ്റർ വൈ, ബ്ലാക്ക് കളർ ആയിരിക്കാം നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണൊക്കെ ഇഷ്ടമുള്ള കളർ. ലെറ്റർ എക്സ്, ലൈക്സ് ട്രാവലിംഗ് ഒക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ എറണാകുളം ജില്ലയിൽ നിന്നുള്ള ആളുകളായിരിക്കാം. തൃശ്ശൂർ ജില്ല നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 55, റീഡിംഗ് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. 1983, ലെറ്റർ എസ്, ടാറ്റു ആർട്ട് ചെയ്തിട്ടുള്ള വ്യക്തികളായിരിക്കാം. ലെറ്റർ യു, ലെറ്റർ കെ, നമ്പർ 12, അതുപോലെ തന്നെ ടാറ്റു ഓൺ നെക്ക്, കഴുത്തിൽ ടാറ്റു ചെയ്തിട്ടുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. 1984 എന്ന് പറയുന്നൊരു വർഷം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ കൈൻഡ്നെസ്, ഭയങ്കര ദയുള്ള വ്യക്തികളായിരിക്കാം നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ. നമ്പർ 22 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 1989, നമ്പർ 37, ഡ്രൈവർ. 1998, 1987, ഗ്രീൻ കളർ. നമ്പർ 4, കുക്കിംഗ്. കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ. ഫീൽസ് പാസ്റ്റ് ലൈഫ് കണക്ഷൻ, ഈ റിലേഷൻഷിപ്പിൽ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. പാലക്കാട് ജില്ല നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ സോഷ്യൽ മീഡിയ വഴിയൊക്കെ പരിചയപ്പെട്ട വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. നമ്പർ 39, ഗ്രീൻ കളർ. ലെറ്റർ എം, നെയിൽ പോളിഷ് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. ഏപ്രിൽ മന്ത് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 1 weeks എന്ന് പറയുന്നൊരു പോസിബിലിറ്റി വരുന്നുണ്ട്. നമ്പർ 23. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്.